സഖാവ് PR രാജൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സ്നേഹവും നന്ദിയും ആദ്യമേ തന്നെ എല്ലാവരോടും. തെളിമയാർന്ന ജീവിതങ്ങൾ നമ്മുടെ മുന്നിൽ കുറഞ്ഞു വരുന്നൊരു കാലത്ത് PR രാജനെ ഓർമ്മിക്കുക എന്നത് തന്നെ ജീവിതത്തിലൊരു സുഖം പകരുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നേരിട്ട് പരിചയമോ നേരിട്ട് സംസാരിച്ചിട്ടുള്ള പരിചയമോ ഇല്ല. ഈ പുരസ്കാരത്തെക്കുറിച്ച് എന്നോട് ചെയർമാൻ വിളിച്ച് പറയുന്ന സമയത്ത് അതിന് പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് ഷോയിൽ നിൽക്കുമ്പോഴാണ് മിനിസ്റ്റർ P. രാജീവ് രാജ്യസഭയിൽ തങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നതെന്നും P. രാജീവിൻ്റെ പുരസ്കാരത്തിന് പ്രത്യേക മാറ്റു കൂടുതലാണ് എന്നും എന്നോട് പറയുന്നത്. പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹം എങ്ങനെയാണ് ഒരു ജില്ലാ സെക്രട്ടറി എന്നതിനുമപ്പുറം ഒരു വർഗ സംഘടനകളുടെ തലപ്പത്ത് എങ്ങനെയാണ് കൃത്യതയോടെ തെളിമയോടെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നും ആ ജീവിതം തന്നെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പാഠമായിരുന്നുമുള്ള അനുഭവങ്ങൾ പലരും പറഞ്ഞറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ പുരസ്കാരത്തിന് ഏറെ മാറ്റു കൂടുതലാണ്. അത് ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുരസ്കാരം CPM-ൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയുടെ പേരിലായതുകൊണ്ട് ഈ പുരസ്കാരത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തത് ഒരു പാർട്ടിക്ക് വേണ്ടി അഭിപ്രായം പറയുന്നയാൾ എന്ന നിലയിലല്ല എന്ന് ഞാൻ കരുതട്ടെ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല, ഇനി ഭാവിയിൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം അധികാരത്തോട് എപ്പോഴും കലഹിച്ചുകൊണ്ടേ മാധ്യമങ്ങൾക്ക് നിൽക്കാൻ കഴിയും. പക്ഷെ അതിൻ്റെ അർത്ഥം ഒരു സത്യാനന്തര കാലത്ത് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ ഏത് അവാസ്തവങ്ങളായ പ്രചരണങ്ങളിലൂടെയും നമുക്ക് നേരിടാമെന്നൊരു കൂട്ടർ വൈകുമ്പോൾ വസ്തുതകൾ പറയുകയാണ് ആ സമയത്ത് ഇടതുപക്ഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു തരത്തിലുള്ള PR വർക്കും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. എല്ലാ CPM നേതാക്കളുമായും എനിക്കുള്ള ബന്ധം എല്ലാ കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധം പോലെ തന്നെയാണ്. പക്ഷേ വസ്തുതകൾ പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പലരും ചോദിക്കും, ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ ധാരാളം ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഞാൻ അടുത്തിടെ ഒരു ഡിബേറ്റിൽ പറഞ്ഞു, കാൾ മാർക്സ് ഒരു പത്രപ്രവർത്തകനായിരുന്നു എന്നുള്ളത് നമ്മളിൽ ചിലരൊക്കെ മറന്നുപോകും. അദ്ദേഹം 1842 റിലീഷ്യസ് ഷൂട്ടിംഗ് എന്ന് പറയുന്ന പത്രം തുടങ്ങുമ്പോൾ ഒരു വർഷക്കാലം മാത്രമേ ആ പത്രത്തിൻ്റെ എഡിറ്റർ സ്ഥാനത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. റഷ്യൻ ഭരണാധികാരികളാണ് പിന്നീട് ആ പത്രത്തെ അടച്ചുകൂട്ടി അദ്ദേഹത്തെ നാട് കടത്തുന്നത്. നന്നായി പത്രപ്രവർത്തനം നടത്തിയാൽ ഏറെക്കാലം ആ പത്രപ്രവർത്തനത്തിൽ തുടരാൻ കഴിയില്ല എന്നത് ആദ്യം തെളിയിക്കുന്നത് കാൾ മാർക്സ് ആണ്. പിന്നെ നമ്മുടെ നാട്ടിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുണ്ട്. 5-6 വർഷം മാത്രമേ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആ പത്രത്തിന് തലപ്പത്തിരുന്നിട്ടുള്ളൂ. കേസരിയുണ്ട്, കുറച്ചു കാലം മാത്രമേ പത്രത്തിൻ്റെ തലപ്പത്തിരുന്നിട്ടുള്ളൂ. പത്രാധിപന്മാർ പത്രത്തെക്കാൾ മുമ്പേ തന്നെ പത്രങ്ങൾ അസ്തമിച്ചു പോയൊരു കാലം നമുക്കുണ്ട്. അത്രയും പോരാട്ടമാണ് പത്രങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു സത്യാനന്തര കാലത്ത് വസ്തുതകളെക്കാൾ അപ്പുറം വൈകാരികമായിട്ടുള്ള പ്രചരണത്തിന് ആക്കം കൂടുതൽ കാലമാണ്. നേരത്തെ വാൾട്ടർ ലിപ്മാൻ്റെ കാര്യം ദിനേശ് ഇവിടെ സംസാരിച്ചു. വാൾട്ടർ ലിപ്മാൻ അവരെ കൂടി അടങ്ങുന്നൊരു സംഘടനയുണ്ടായിരുന്നു. 1914 വുഡ്രോ വിൽസൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 1-ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ അമേരിക്കൻ ജനതയ്ക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വുഡ്രോ വിൽസന് തോന്നി, ഇതിങ്ങനെ പോയാൽ കാര്യം ശരിയാവില്ല. അമേരിക്കയെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ അമേരിക്കൻ ജനതയ്ക്ക് താല്പര്യം ഉണ്ടാവണം. അമേരിക്കൻ ജനതയിലേക്ക് യുദ്ധവെറി എങ്ങനെയാണ് പകർത്തേണ്ടത് എന്ന് ആലോചിച്ചപ്പോഴാണ് ജോർജ് ക്രീൽ എന്ന് പറയുന്ന അന്നത്തെ ഒരു പത്രപ്രവർത്തകനെയും ഒരു അക്കാഡമിക് വിദഗ്ധനെയും ഒരുമിച്ച് ചേർത്തൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ പേര് ക്രീൽ കമ്മിറ്റി എന്നുള്ളതാണ്. ആധുനിക കാലത്ത് പ്രൊപ്പഗാൻഡയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നിമിഷം എന്ന് പറയുന്നത് ഒരു യുദ്ധമുണ്ടാക്കാൻ വേണ്ടി ഒരു പ്രസിഡന്റ് ഒരു പ്രചരണ സമിതിയെ ഒരു പ്രൊപ്പഗാൻഡ ടീമിനെ നിശ്ചയിച്ചതാണ്. അത് ജോർജ് ക്രീൽ അധ്യക്ഷനായ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ചുരുക്കം ചില ദിവസങ്ങൾ കൊണ്ട്, അന്ന് ടെലിവിഷൻ ഇല്ല, അന്ന് ഈ പറയുന്ന ഡോക്യുമെൻ്ററികളും കാര്യമായിട്ട് സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല, പോസ്റ്ററുകളിലൂടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ മനുഷ്യർ കവലകളിൽ നടത്തിയ പ്രസംഗങ്ങളിലൂടെ അന്ന് യുദ്ധത്തിനൊട്ടും താല്പര്യമില്ലാതിരുന്നൊരു ജനതയെ യുദ്ധവെറിയന്മാരാക്കി മാറ്റി. 6 മാസം കൊണ്ട് അമേരിക്ക പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധം വേണം. അത്രയുമാണ് ശക്തി എന്ന് പറയുന്നത്. വാൾട്ടർ ലിപ്മാൻ തന്നെ പറയുന്നുണ്ട് തന്റെ പബ്ലിക് ഒപ്പീനിയൻ എന്ന പുസ്തകത്തിൽ,
ജനാധിപത്യത്തിൽ പൊതുജനാഭിപ്രായങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു കലയാണ്, അത് ആയുധമാണ്. ഫാസിസത്തിൽ എങ്ങനെയാണ് ഒരു ദണ്ഡ, ഒരു മർദ്ദന ഉപകരണം പ്രധാനപ്പെട്ട ആയുധമായി മാറുന്നത്, അതുപോലെയാണ് ജനാധിപത്യത്തിൽ ഇൻവിസിബിളായി നമുക്ക് നേരിട്ടറിയാതെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ തലച്ചോറിനെ നിരന്തരം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആശയമായിട്ട് പബ്ലിക് ഒപ്പീനിയനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരു കലയായി മാറുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. പക്ഷേ നമ്മൾ അത് വളരെ കൃത്യമായി അനുഭവിച്ചു തുടങ്ങുന്നത് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ദശകങ്ങളിലാണ്.